ഉത്സവം തുടങ്ങിയാൽ പിന്നെ ഭക്തർക്ക് രാവും പകലും ഒരുപോലെയാണ്. ഉച്ചവലിക്ക് തൊട്ടു മുമ്പ് നടക്കുന്ന ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനെത്തിയ പുരുഷാരം. ഊട്ടുപാട്ടിന് മുന്നിൽ നാഗരൂട്ടിന് തൊട്ട് ശേഷമുള്ള ഇലവിളയാടൽ. വസൂരിബാധയേറ്റ ദേവി തനിക്ക് രോഗശാന്തി ലഭിക്കുന്നതിന് തണുത്ത ഇലകളും കമുകുംപൂവും തെച്ചിപ്പൂവും ചാർത്തുപൊടിയും കൊണ്ട് ദേഹമാസകലം മൂടുന്ന ചടങ്ങ്. ഇന്നലെ പറഞ്ഞത് ഓർമ്മയില്ലേ? ഈ ചടങ്ങ്, വെള്ളായണിയിലെ ചടങ്ങുകളെല്ലാം ലളിതമാണ്, എന്നാൽ വളരെ ഗൂഢ സ്വഭാവമുള്ളതും ഉണ്ട്. ദാരികനെ തേടി അമ്മ പോകുന്നതിന് തൊട്ട് മുമ്പ് നടക്കുന്ന ചടങ്ങാണിത്. ഇത് ദേവി തന്നെ നേരിട്ടൊന്ന് ചെയ്യുന്നു എന്നാണ് സങ്കല്പം. പതിവിന് വിപരീതമായ ഒരു ചുറ്റുപാടായിരിക്കും നിങ്ങൾ കാണുന്നത്. അതെ, ഇതാണ് ഇട്ടകവേലി ക്ഷേത്രം. ഇട്ടകവേലി നീലകേശി ക്ഷേത്രം. നമ്മുടെ വെള്ളായണിയുടെ മൂലസ്ഥാനം ഇവിടെയാണ്. കന്യാകുമാരി ജില്ലയിലെ അരുമന തിരുവട്ട റോഡിന് സമീപമാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ വെള്ളായണിയെ പോലെ തന്നെയാണ് ഇവിടത്തെയും പൂജാ സമയങ്ങളെല്ലാം. പക്ഷേ ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇവിടെ ചൊവ്വയും വെള്ളിയും മാത്രമേ ഉച്ചയ്ക്ക് നട തുറക്കുകയുള്ളൂ. പിന്നെ എല്ലാ ദിവസവും വൈകുന്നേരം 4:30 മുതൽ 6:30 വരെയും ഇവിടെ നട തുറക്കും. ഇട്ടകവേലി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള ഒരു പറമ്പാണ്. ഇവിടെയാണ് ഉത്സവം നടക്കുന്നത്. അതിനകത്തിരിക്കുന്നത് തേരാണ്. ഇവിടെ പ്രധാനപ്പെട്ട ഉത്സവം എന്ന് പറയുന്നത് തൂക്കമാണ്. അതിനുള്ള തേരാണ് ഇരിക്കുന്നത്. ദേവിയെ ഇരുത്തുന്നത് അവിടെയാണ്. ഇവിടെയാണ് വെള്ളിപ്പിള്ള എന്ന സ്ഥലം. ഈ സ്ഥലത്ത് തൂക്ക മഹോത്സവം നടക്കുന്നു. ഈ തിരുമുൽ കാഴ്ചയുടെ 100ാമത്തെ എപ്പിസോഡായിരുന്നു ഇന്ന്. അത് നമ്മുടെ വെള്ളായണി അമ്മയുടെ മൂലസ്ഥാനമായ ഇവിടെ തന്നെ വന്നെടുക്കണമെന്ന് ഒരു നിർബന്ധം. അത് അമ്മയുടെയും കൂടെ ആഗ്രഹമായിരിക്കാം.